കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നില്ലായിരുന്നു പലിശരഹിത ലോൺ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോമ്പൊക്കെയാണ്, അപ്പോൾ അതിനെന്തെങ്കിലും വകുപ്പുണ്ട്? നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തെങ്കിലും അടുത്താവും നമുക്ക് സെറ്റാക്കാം. ഇയോണൊക്കെ എന്താ പാട്? ഇയോണ് ഇത് 2016 മോഡൽ കേട്ടോ. 2016 ഇയോണ്. ഇത് ഇറ പ്ലസ് ആണോ മാഗ്നി ആണോ? ഇത് ഇറ പ്ലസ് 2016 മോഡല് 55 ഓടിയിട്ടുള്ളേ. 5.5. ഇതൊക്കെ 2 ലക്ഷത്തിന്റെ താഴെ കൊടുക്കാം. 2 ലക്ഷം വരെ താഴെ കൊടുക്കാം. ഓക്കെ. ലോൺ എന്തായാലും ഫുൾ ലോൺ കയറൂലേ? ഓ ലോണ് സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് പിന്നെ ഇയോണ്? ഇയോണ് വരുന്ന കിലോമീറ്റർ 55 ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2016 ഇയോണ്. റേറ്റ് എത്ര? 2 ലക്ഷം രൂപ. അതെ, സീറ്റ് കവർ ചെറിയ കീറലുണ്ട്, അത് നമ്മള് ചെയ്ത് കൊടുക്കും. അത് 1.95 ഫൈനലല്ലോ, കുറയൂലേ? അല്ലല്ല, കുറയും. ഓക്കെ. അടുത്തത് ഇത് 2014 മാഗ്ന പ്ലസ് ആണ് വരിക. ഓക്കെ. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് 185 ആണ്. കുറച്ച് കൊടുക്കട്ടോ. 80,000 കിലോമീറ്റർ ഓടി വണ്ടി, നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാ. നല്ല വണ്ടിയാ, മാഗ്ന പ്ലസ് അല്ലേ? അതെ. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വണ്ടി, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇന്റീരിയർ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ പക്കയാണ്. പിന്നെ 2015 മോഡല് 51,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി, മാഗ്ന പ്ലസ്. 51 കിലോമീറ്റർ പറഞ്ഞാൽ അല്ലേ? 8 ലക്ഷം റുപ്യ ചോദിക്കുന്നുണ്ട്. 8.1 ആണോ അല്ലെങ്കിൽ 5.1 ആണോ? 5.1. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇയോണ് 2015 മോഡല് മാഗ്ന പ്ലസ് ആണ് വരുന്നത്. മാഗ്ന പ്ലസ് എന്ന് പറയുന്നത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടോ? 2 ലക്ഷം താഴെ കൊടുക്കാം. ഓക്കെ. ലോണൊക്കെ ഏകദേശം എത്ര കിട്ടുന്നുണ്ടോ ഇയോണ്? ഒക്കെ ഫുൾ ഓൺ ചെയ്യാം. എല്ലാ ഇയോണും ഫുൾ ഓണാ? നല്ല വണ്ടികളാണോ എല്ലാം? എന്തെങ്കിലും നല്ല വണ്ടി, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി. പ്ലാൻസ് എന്താ പാട്? പ്ലാൻസ് പക്ക ക്വാളിറ്റി, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ. നല്ല വണ്ടി. റേറ്റ് ഒക്കെയോ? റേറ്റ് എന്താ മാനുവലിന്റെ വില ഉള്ളൂ. ഓട്ടോമാറ്റിക് വണ്ടി മാനുവൽ റേറ്റിൽ കൊടുക്കാൻ വേണ്ടി പറ്റണോ അല്ലേ? മോഡിഫൈ ചെയ്ത് ഇന്നോവ കാലങ്ങൾക്ക് ശേഷം കാണുന്നുണ്ട്. എത്ര ലക്ഷത്തിന് മോഡിഫിക്കേഷൻ ഉണ്ട് നിലവിൽ? ഇത് ഏകദേശം മൊത്തം കൂട്ടുകയാണെങ്കിൽ 2 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. 2 ലക്ഷം രൂപയോളം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. സംതിങ് ഇതിന്റെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. 1 ലക്ഷത്തിന് പുറത്ത് കൺവേർട്ട് ചെയ്യാൻ മാത്രം വന്നിട്ടുണ്ട്. കമ്പനിയാണോ മൊത്തം? ഒക്കെ കമ്പനിയിൽ നിന്ന് ചെയ്താണ്. കമ്പനി സ്പെയർ തന്നെയാണ്. കമ്പനി സ്പെയർ, പക്ക ക്വാളിറ്റി വണ്ടി, കിടില വണ്ടിയോ? കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയോ? ഫുൾ കമ്പനി സർവീസ്. 140 സംതിങ് ഫുള്ള് കമ്പനി എന്നുള്ളത് മാത്രമേ സർവീസ് ഉള്ളൂ. പുറത്തുനിന്ന് സർവീസ് എടുത്തിട്ടില്ല വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. കേട്ടോ, ലോകത്തെ എവിടെ കിട്ടുന്ന വില കുറവില്ല. നമുക്ക് ബോംബൻ ഓഫർ. ഇങ്ങനെയൊക്കെ എനിക്ക് തള്ളാൻ അറിയാം, പക്ഷേ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തള്ളാത്തതിനൊരു കാരണമുണ്ട്. ഉള്ള പോലെ പറഞ്ഞിട്ടുള്ള വ്യൂവേഴ്സ് മതി, ഉള്ള പോലെ പറഞ്ഞിട്ടുള്ള ഡീലർമാർ നമ്മളെ വിളിച്ചാൽ മതി എന്നുള്ളതിനെ കൊണ്ടാണ്. ഇത് നിങ്ങളെ മുന്നിൽ തന്നെ എടുത്ത് പറയുന്നതിനെ കൊണ്ടും തോന്നരുത്. കഴിഞ്ഞ 2 വീഡിയോ തന്നെ കമന്റ് ബോക്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലോഗർ വില കൂട്ടി പറയുന്നുണ്ട്. ഇവിടെ എല്ലാ വണ്ടിക്കും വില എഴുതിയിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും വണ്ടിക്ക് ഞാൻ വില കൂട്ടി പറഞ്ഞിട്ടുണ്ടോ? ഇത് വേറെ ഒന്നുകൊണ്ടല്ല പറഞ്ഞ്. കഴിഞ്ഞ വീഡിയോയുടെ കമന്റിന്റെ 2 സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടാവും. പച്ചയായ മനുഷ്യനാണ്, പച്ചയ്ക്ക് പറഞ്ഞ് ശീലിച്ചു പോയിട്ടുണ്ട്. അത് പച്ചയ്ക്ക് തന്നെ ആ കമന്റുകൾക്കുള്ള മറുപടി ഇവിടെ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ, നേരെ പുറകിൽ കാണുന്നത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പുളിക്കൽ ലാൻഡ്മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോനകത്ത് ചെറിയൊരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 18 മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. പക്ഷേ അപ്ലോഡായി പോയത് 13 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. കട്ട് വേർഷൻ ഇപ്പോൾ കയറിയത്. അപ്പം അതിൻ്റെ അകത്ത് കാണിച്ച കുറച്ച് മിസ്സായി പോയ വണ്ടികളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു പോളോ GT ഉണ്ട്. ഇവിടെ പോളോ GT വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. 8.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. ഇവിടെ ചോദിച്ച റേറ്റ് 7.25 അതേപോലെ തന്നെ ഓഫർ സെയിലിൽ 20,000 കൂടെ കുറച്ചിട്ട് 7.5 എത്തിയിട്ടുണ്ട്. 7,000 താത്തി കൊടുക്കും. അങ്ങനെ എന്തുകൊണ്ടാ കുറച്ച് കൊടുക്കുന്നത്? 50,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാന്നുള്ളതാണ്. 2 ടീമിന് ഇപ്പോൾ ഏകദേശം ലോൺ ട്രാക്കിംഗ് നോക്കിക്കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുക്കാം. കസ്റ്റമർ വന്നോട്ടെ. നമ്മൾ എന്താ വെച്ചാൽ ആരും അഡ്വാൻസ് വാങ്ങുന്നില്ല. അഡ്വാൻസ് വാങ്ങാതെ നമ്മൾ ആർക്കാണോ ആദ്യം ലോൺ കയറുന്ന ചിലർക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത്? ഒന്നുമില്ല, നമ്മളിപ്പോൾ മാക്സിമം റമദാനായിട്ടുള്ള ഓഫറായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടുള്ള ഒരു വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. സൈക്കിൾ ഫസ്റ്റ് വണ്ടി ലോ ബഡ്ജറ്റിൽ ടാറ്റ നാനോ ആണ്. 2011 CX ആണ്. ഓക്കെ, CX എന്ന് പറയുന്നത് AC മാത്രമായിരിക്കും വരുന്നത്. 624cc എഞ്ചിന്, 20ന്റെ അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും. 27 ഓടിയിട്ടുണ്ട്. 27,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 27,000 കിലോമീറ്റർ. റേറ്റ് 48,000 കൊടുത്ത്. അതിനും കുറയും അല്ലേ? സൗകര്യത്ത് 2011 മോഡല് നാനോ CX ആണല്ലേ? 10-11 നാനോ. 36,000 ഓടിയിട്ടുണ്ട്. ഇലക്ഷൻ ഒക്കെ അതിനെ കൊണ്ട് ഒരെണ്ണം ചോപ്പുണ്ട്, ഒരെണ്ണം നീലുണ്ട്. വേണ്ടവർക്ക് നോക്കിയിട്ട് എടുക്കാം. 8,000 റുപ്യ കേട്ടോ. അതും അല്ല
എത്ര 48,000 ഇതിനല്ലേ? അതൊക്കെ കുറച്ച് കൊടുക്കാം. ഓക്കെ. അടുത്തത് ടാറ്റയുടെ ബോൾട്ട് 2015 ടാറ്റന്റെ ബോൾട്ട്. ഡീസൽ ആണെങ്കിൽ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിനാണ്. പെട്രോൾ ആണോ? പെട്രോൾ ആണ്. പെട്രോളിൽ നമ്മളെ റെവട്രോൺ എന്നുള്ള എഞ്ചിനായിരിക്കും. 1.2 ലിറ്റർ ടിയാഗോ ടിഗോറിലൊക്കെ നമ്മൾ കാണുന്ന നെറ്റ്സോണിലടക്കം കാണുന്ന സെയിം 1.2 ലിറ്റർ എഞ്ചിനാണ്. മോഡൽ ഏതാ വരുന്നത്? 2015 മോഡല്. 2015 മോഡലാണ്. ഏകദേശം 17 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ടോ? നിലവിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മീറ്ററിന് കാണിച്ചാൽ 39,930 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഫീച്ചർ സൈഡിൽ AC, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ്, അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. സാബിക, റേറ്റ് എത്ര വരുന്നത്? 2015 15ആണോ 14ആണോ? ഇത് 2015 മോഡൽ. 2015 ബോൾട്ട്. റേറ്റ് എത്ര വരുന്നത്? 190 ചോദിക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. നിലവിൽ ഓണർഷിപ്പ് എത്ര എത്തിയിട്ടുണ്ട്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർക്ക് മാറിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറിൽ മാറിയിട്ടുണ്ട്. 39,000 കിലോമീറ്റർ എന്നുള്ള ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇൻട്രോയിലൊക്കെ കാണിച്ച് പിന്നെ കട്ടായ എഡിറ്റിംഗ് മിസ്റ്റേക്കിൽ പോയ വണ്ടിയാണ്. 2017 സ്വിഫ്റ്റ് VXI. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫീച്ചർ സൈഡിൽ AC, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും. AC അല്ലാതെ എയർ ബാഗ്സ് കാര്യങ്ങളൊന്നും ABS-ഉം VXI-ലേക്ക് വരുന്നേരം വരുന്നുണ്ടാവില്ല. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. 2017 വണ്ടി 410 എന്ന് പറയുന്നത് നല്ല റേറ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ചോദിച്ചൊരു കാര്യമാണ് 4 താഴെ. ഞാൻ കുറക്കണില്ല, അത് കുറച്ച് കൊടുത്തോ. ഞാൻ കുറച്ചായിരിക്കും. മൊയിലാളികളല്ലേ, 4 താഴെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. 4.5 വരെ ബാങ്ക് ലോൺ കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ ബ്ലോഗർ വില കൂട്ടി എന്ന് പറയരുത്. 4.5 വരെ നോർമലി റേറ്റ് കാണുന്ന വണ്ടിയാണ്. ബാങ്ക് ലോണും ആ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക. 50,000 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാം. സെറ്റ്. ടാറ്റയുടെ ഇൻഡിക്ക വിസ്ത ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ വിസ്ത ക്വാർട്ടർ ജെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. വണ്ടി അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒരുപാട് ഓടിയുണ്ടാവോ? 1,00,000 കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കണേ. ഓക്കെ. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണെന്നാണ്. സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. RC നോക്കി ചെക്ക് ചെയ്യണം കേട്ടോ. പഴയ മോഡൽ RC അതിനെ കൊണ്ട് മറ്റേ പഴയ വലിയ പേപ്പർ വലിയ കാർഡ് അതിനെ കൊണ്ട് കിട്ടില്ല. ഓക്കെ. ഫീച്ചർ സൈഡിൽ ACയും പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ടെറ എന്നുള്ള വേരിയന്റ് ആവാൻ സാധ്യത ഉണ്ട്. ടെറയിലാണ് AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളത്. 2010 വിസ്ത. റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് 1,00,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം മാക്സിമം. ഏകദേശം എത്രയിലേക്ക് എത്തുന്നുണ്ടോ? ഒരു ക്ലൂ കൊടുക്കാം. നമുക്ക് വന്നോട്ടെ. നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും നമ്മളൊരു കുറച്ചും കൂടി കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ മാക്സിമം കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ള കാര്യങ്ങൾ ആയിക്കോട്ടെ. ഓക്കെ. മഹീന്ദ്രയുടെ സൈലോ E4 എന്നുള്ള വേരിയന്റ് ആണ് സൈലോ. ടയേഴ്സ് ആവറേജ് ആയിട്ട് കാണുന്നുണ്ട്. വണ്ടി ലോക്കാണോ? അല്ല. ഓക്കെ. അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട്. കിലോ മോഡൽ ഏതാ? ഇത് 2010 മോഡല്. 2010. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1,00,000 മോഡൽ ഓടിയുണ്ടാവും. 1ന്റെ പുറത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ. 1 സംതിങ് ഓടിയിട്ടുണ്ടാവും. ഇതിന്റെ എഞ്ചിൻ ഏതായിരിക്കും വരിക? എംഇകളാണോ? എംഇകൾ തന്നെ വരുന്നത്. എംഇകളാണോ? അതെ അതെ. എനിക്കറിയില്ല, ഞാനാ ചോദിച്ചത്. മൈലേജ് ഒക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ സാബിക്ക? മൈലേജ് ഒരു 16 കിലോമീറ്റർ ഒക്കെ കിട്ടണ്ട. 16? 15-16 ഒക്കെ കിട്ടും. 15 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. യൂസർ റിവ്യൂസ് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര മൈലേജ് കിട്ടുമെന്ന് പറയാം. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2010 സൈലോ 7 സീറ്റർ ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? റേറ്റ് 185 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. കേട്ടൻ വരുന്നുണ്ട്. 2014 മോഡൽ 15 രജിസ്ട്രേഷൻ VXI. 14-15 ഓൾട്ടോ കേട്ടൻ VXI എന്ന് പറയുന്ന നേരം K സീരീസ് വാഗണാറിലൊക്കെ കാണുന്ന 88,000 കിലോമീറ്റർ 230 ചോദിക്കുന്നുണ്ട്. മാക്സിമം കുറച്ച് കൊടുക്കും. ഓക്കെ. ഫീച്ചർ സൈഡിൽ AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് ആയിരിക്കും ഓൾട്ടോയിൽ ഫീച്ചർ ആയിട്ട് വരിക. ഇന്റീരിയർ ആവറേജ് നീറ്റ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ആയിട്ട് അതൊരു പീസ് റീപ്ലേസ് ഉണ്ട്. ഡിക്കിയോ അങ്ങനെ എന്തോ ഒരു പീസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. അടുത്തത് പിന്നെ വരുന്നത് ആൾട്ടോ 800 2018-19 രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ. 70,000 കിലോമീറ്റർ സിംഗിൾ RC കൊണ്ട്. 70,000 കിലോമീറ്റർ പറഞ്ഞത്? 70,000 70 പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്യാം. 185 ആണ്. 285 ആണ് ചോദിക്കുന്നത്. 285 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കും. ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ ഈ ഓൾട്ടോ കേട്ടനൊക്കെ? 2-2.40 ഒക്കെ നമുക്ക് അങ്ങനെ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തത് അതിന്റെ കൂടെ ഉള്ളത് 2017 മോഡല്. തേർഡ് ഓണർ ആയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല. ചില്ലറ വൃത്തി കമ്മിയുണ്ട്. എന്നാലും തെറ്റില്ലാത്ത വണ്ടി ഫുൾ ഓൺ കയറ്റി കൊടുക്കുക. 1,00,000 കിലോമീറ്ററിന്റെ അടുത്ത് ഏകദേശം ഓടിയിട്ടുണ്ട്. 199 ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുക. 2017 ഓൾട്ടോ 800 അല്ലേ? 17 ഓൾട്ടോ 800.
ഓക്കെ, അടുത്തത് പിന്നെ അടുത്ത് കിഡ് വരുന്നുണ്ട് 275 2017-18 രജിസ്ട്രേഷൻ ആണ്. ഫുൾ ഓൺ കയറ്റ RX സൈഡിലാണ്. 1000cc ആണോ 800cc ആണോ? 1000cc വരുന്ന വണ്ടിയാണ്. 1000cc സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 38,000 ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ വണ്ടി ലോക്കാണ്. AC പോർഷനും 4 ഡോർ പവർ വിൻഡോസ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തതാണ്. 275 ആണ്, കുറച്ച് കൊടുക്കും. അടുത്ത വണ്ടി വരുന്നത് കിഡ് 2018 മോഡൽ കേട്ടോ. AMT ആണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർ, 1000cc ഓട്ടോമാറ്റിക് വരുന്നത്. അതെ അതെ അതെ. 325 സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടോ? RST AMT ട്രാൻസ്മിഷൻ വരുന്ന. ഇത് AMT ആണോ AT ആണോ? ഇത് AMT ഗിയർ വരാം. AMT വരും ഉറപ്പാ. ഓക്കെ, ഏകദേശം 13ന്റെ അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ടാവും. 1000cc AMT വരുമ്പോൾ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 32,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അതെ, സിംഗിൾ ഓണർ. റേറ്റ് എത്ര? റേറ്റ് വരുന്നത് 3,25,000. ഫുൾ ലോൺ? ഏകദേശം ഫുൾ ലോൺ 3 ലക്ഷം രൂപ കയറ്റാം. ഓക്കെ, 3 ലക്ഷം ലോൺ ഇട്ട് 27,000 ഡൗൺ പേയ്മെന്റ്. 16 മോഡല് ആസ്റ്റ ഓപ്ഷനിലാണ് ഇതാ. 95 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് ആണ് ഉള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 475 ചോദിക്കുന്നത്, മാക്സിമം കുറച്ച് കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ അല്ല, നമുക്ക് ക്യാഷ് ബാക്ക് കൊടുക്കാം. അതിമേല് എത്ര ലോൺ കയറുന്നുണ്ടോ? ഏകദേശം 5 ലക്ഷം ലോൺ ആയിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞു, അല്ലേ നാളെ പറഞ്ഞിട്ടുണ്ടോ ബ്ലോഗർ വില? ഇല്ല ഇല്ല ഇല്ല. അടുത്ത ഇതേമാതിരി 2000 ആസ്റ്റാണ് വരുന്നത്. ഇതിന് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും പറയത്തക്ക രീതിയിലുണ്ടോ? റീപ്ലേസ് അതൊരു പീസ് റീപ്ലേസ് ഉണ്ട്. ഏത് പീസാണ്? ഫ്രണ്ടിലെ ഗ്ലാസ് എന്തോ റീപ്ലേസ്. ഗ്ലാസ് എന്തോ റീപ്ലേസ് ഉണ്ട്. ഓക്കെ, KL8 തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. 16 ആസ്റ്റ ഓപ്ഷനിൽ. ഇതിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതും 475 ആണ്. ഇത് ആസ്റ്റ ആണോ ആസ്റ്റ ഓപ്ഷനിലാണോ? ആസ്റ്റ വരുന്നുള്ളൂ. ആസ്റ്റേ വരുന്നുള്ളൂ. മുന്നത്തെ വണ്ടിയിൽ നമുക്ക് ഹെഡ് ലാമ്പിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആയിരിക്കും വരുന്നത്. ഇതിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അല്ല, നോർമൽ ഹെഡ് ലാമ്പ്സ് ആയിരിക്കും. ആസ്റ്റ എന്നുള്ള പേരുണ്ട്. ആസ്റ്റയിലും ആസ്റ്റ ഓപ്ഷനിലും രണ്ടിലും 6 എയർ ബാഗ് തന്നെയാണ് വരിക. അല്ലല്ല, ഇത് ആസ്റ്റയിൽ ഡുവൽ എയർ ബാഗ്. ആസ്റ്റയിൽ 2 എയർ ബാഗ്, ആസ്റ്റ ഓപ്ഷനിൽ ഇതിൽ 2 എയർ ബാഗ് ആയിരിക്കും. തൊട്ട് മുന്നത്തെ വണ്ടിയിൽ 6 എയർ ബാഗ് അല്ലേ? ഇത് ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാം, ക്യാഷ് ബാക്ക് വേണമെങ്കിൽ കൊടുക്കാം. 2016 I20 ആസ്റ്റ പെട്രോള് 4.3 റേറ്റ് അല്ലേ? ഓക്കെ ഓക്കെ, 475 ആണ്. നോമ്പായിക്കാണ്ട് ലോണിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നില്ല. എന്നാലും ലോൺ അത്ര ആവശ്യമുള്ള ഒരു ലോൺ എടുക്കുക. അല്ലാത്തവര് കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, പലിശരഹിത ലോൺ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോമ്പൊക്കെയാണ്, അപ്പോൾ അതിനെന്തെങ്കിലും വകുപ്പുണ്ട്? നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും അടുത്താവും, നമുക്ക് സെറ്റാക്കാം. I20 മാഗ്ന 2018 മോഡൽ, സെക്കൻഡ് ഓണർ വണ്ടി. 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5.5 ലക്ഷമാണ് ഇതിന്റെ വില വരുന്നത്. 5.5 ലക്ഷം രൂപ ചോദിക്കുന്നത്. പെട്രോളിൽ 1.2 ലിറ്റർ ആയിരിക്കും എഞ്ചിൻ വരുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നില്ല, പക്ഷേ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും. ആകെ ട്രിപ്പ് റീസെറ്റിന്റെ 2 സ്റ്റിയറിംഗ് കൺട്രോൾസ് മാത്രമേ ഉള്ളൂ. AC പോർഷനും 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആഫ്റ്റർ മാർക്കറ്റ് ആംറസ്റ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. 5.5 എന്നുള്ളത് കുറച്ച് കൊടുക്കാൻ പറ്റും. 2018 I20 കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? കിലോമീറ്റർ 31,000. ആകെ 31,000 ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, നീറ്റ് തന്നെയാണല്ലേ? സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഒരു വെള്ളക്കുപ്പി ഉണ്ട്, പറഞ്ഞില്ല. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടോ, എയർ ബാഗ്സ് വരുന്നുണ്ടോ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. എല്ലാ വീൽസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും പറ്റിയ വണ്ടിയാണോ? നല്ല വണ്ടി. പക്ക റെഡ് കമ്പനി പെയിന്റ് തന്നെ നിലവിലുണ്ട്. വില പറയുന്നുള്ളൂ. 6 ലക്ഷം രൂപ ലോൺ കയറ്റി കൊടുക്കുക. 6 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2019 സ്വിഫ്റ്റ് ഡീസലിന് 20ന്റെ പുറത്ത് ഷുവർ ഷോട്ട് ആയിട്ട് ഡീസൽ ഈ എഞ്ചിനിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫൈനലിൽ നിങ്ങൾക്ക് റേറ്റ് എത്ര കിട്ടണ്ടേ? അവിടെ 35 ആണ് ചോദിക്കുന്ന റേറ്റ്. നമ്മൾ കുറച്ച് കൊടുക്കും, മാക്സിമം കുറച്ച് കൊടുക്കുന്നല്ലേ? എല്ലാ വണ്ടിമേലും ഓഫർ ഉണ്ട്. ചാക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ബലേനോന്റെ ഗ്ലാൻസ AMT ആട്ടോ. അല്ല, ബലേനോന്റെ ഗ്ലാൻസ, ടൊയോട്ടോന്റെ ഗ്ലാൻസ. AMT ട്രാൻസ്മിഷൻ ആയിരിക്കും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 52,000 സിംഗിൾ ഓണർ വണ്ടി. ആകെ 52,000 ഓടിയിട്ടുള്ളൂ. 52,000 ഓടിയിട്ടുള്ളൂ. 18 റേഞ്ചിൽ എങ്ങനെയായാലും നോർമലി മൈലേജ് കിട്ടുന്നുണ്ടാവും. കാരണം മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിക്ക് അതിലും കൂടുതൽ മൈലേജ് വരുന്ന വണ്ടി കേട്ടോ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഫീച്ചർ സൈഡിൽ നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്. 19 മാനുവലിന്റെ വില വയ്ക്കണുള്ളൂ. ഓട്ടോമാറ്റിക്കിന് 19 മാനുവലിന്റെ വിലയിൽ 19 ഓട്ടോമാറ്റിക് ഗ്ലാൻസ് അല്ലേ? കൊടുക്കാം. 749 ചോദിക്കുന്നുള്ളൂ. 7.5 ലക്ഷം ചോദിക്കുന്നുള്ളൂ. 7.5 ലക്ഷമേ ഉള്ളൂ. പുതിയ വണ്ടിക്ക് 10ന് പുറത്ത് റേറ്റ് വരുന്നുണ്ട്. അതെ.
നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം, ഫുൾ ലോൺ ചെയ്യാൻ പറ്റും, കസ്റ്റമർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. മെക്കാനിക്കൽ പക്ക ഗുഡ് വണ്ടി കേട്ടോ. ഓക്കെ സാഹിബ്, അടുത്തത് KL 84 രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവയാണ്. 2012 V ആണ്, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടി കൊണ്ട് KL 84ലേക്ക് മാറിയതല്ലേ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ് കാണിക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ അത് ഇതിൽ കാണിക്കുന്ന കിലോമീറ്റർ ആണ്. ഉറപ്പില്ല. 2.5 ലിറ്റർ എഞ്ചിൻ, ഇന്റർകൂളർ വരുന്നുണ്ടാവും, 12ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഇടയ്ക്ക് റീൽസിൽ 1-2 തവണ കണ്ടിട്ടുണ്ടായിരുന്നു 15 ഒക്കെ ഈ വണ്ടിക്ക്, ഇന്റർകൂളർ വണ്ടിക്ക് മൈലേജ് കാണിച്ചത്. 8 സീറ്റർ അല്ലേ വണ്ടി ഇത്? അതെ അതെ സൗക 8 സീറ്റർ അല്ലേ? അതെ അതെ 8 സീറ്റർ ഇന്നോവയാണ്. പിന്നെ ഇതേ കളറിൽ വേറെ ഇന്നോവ വേണമെന്നുണ്ടെങ്കിൽ 2012 റീ ഇന്നോവയ്ക്ക് 6,90,000 ചോദിക്കുന്നത്. 690 ചോദിക്കേണ്ടത് കുറയും, കുറച്ച് കൊടുക്കാം. ഓക്കെ. അടുത്തത് ഇതേ കളറിൽ തന്നെ നമുക്ക് 2010 കേരള വണ്ടി കാണാം. ഈ വണ്ടി 2010 ഇന്നോവ 2010. ഇത് കുറച്ച് വർക്ക് എടുത്തിരുന്നല്ലോ. ഇത് കുറച്ച് മോഡിഫൈഡ് ചെയ്തിട്ടുണ്ട്. മോഡിഫൈഡ് എന്ന് പറഞ്ഞാല് ന്യൂ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഹെഡ് ലാംപ്സ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ മൊത്തം മാറ്റിയിട്ടുണ്ടല്ലോ. ഒക്കെ നല്ല എന്താ വെച്ചാല് സെക്കൻഡ് സാധനം വെച്ചാണ്ട് ഇത് റീസെറ്റ് ചെയ്ത് വണ്ടിയല്ല. കൂടുതലും ഈ പുളി പോയിട്ട് സെക്കൻഡ് എടുത്തിട്ടാണ് കൂടുതൽ ആളുകളെ ഈ ബോഡി വർക്ക് ചെയ്യല്. പക്ഷെ ഇതൊക്കെ ന്യൂ സാധനം നമ്മള് അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര രൂപയുടെ വർക്ക് എടുത്തിട്ടുണ്ട്? 1,30,000 വർക്ക് എടുത്തിട്ടുണ്ട്. 1 ലക്ഷത്തി കറക്റ്റ് പറയല്ലോ, 1,30,000 വർക്ക് ഞാൻ തന്നെ ചെയ്തെടുത്താണ്. 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ക കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ ആണ് 140. ഇതുവരെ കമ്പനിയിൽ നിന്ന് മാത്രം സർവീസ് എടുത്ത വണ്ടി. 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പൈലറ്റ് സീറ്റിംഗ് ആണ് 6 സീറ്ററിൽ വരുന്നുണ്ടാവുക. അല്ല സോറി 7 സീറ്ററിൽ വരുന്നുണ്ടാവുക. 7 സീറ്റർ ഇന്നോവയിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാണുന്നുണ്ട് വീലേക്ക് വരുന്നേരം. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ യെല്ലോ എന്ന് കാണിച്ച് ഇത് കമ്പനി എല്ലോയ്സ് ആണോ അല്ലെങ്കിൽ കമ്പനി എല്ലോയ്സ് ഞാൻ ഈ ഒരു ഷേപ്പ് കണ്ടില്ല. പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉക്കടാണോ അല്ലെങ്കിൽ കോയമ്പത്തൂരാണോ ബാംഗ്ലൂരാണോ ഡൽഹിയാണോ? പുറത്തുനിന്ന് ദുബായിന്റെ സാധനം ഇമ്പോർട്ട് ചെയ്താണ്. ജെന്യൂൻ സാധനമാണ്. ഇത് പുറത്തുനിന്ന് ഈ ടൈപ്പ് കൺവേർട്ട് ചെയ്ത പേയ്മെന്റ് മാത്രമാണ് 1,20,000 കറക്റ്റ് ബില്ലുണ്ട്. ഇവിടെ അടുത്തൊരു ഷോപ്പാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് ഡയറക്റ്റ് ആ ബില്ല് കാണിച്ചാലും അവർ പറഞ്ഞു തരും. അതൊക്കെ കൂടെ ചേർത്ത് നല്ല റേറ്റ് ഉണ്ടോ? റേറ്റ് ഒന്നുമില്ല, 6,85 ചോദിക്കുന്നുള്ളൂ. ഇതെല്ലാം തന്നെ നിങ്ങൾ പറഞ്ഞ ജെനുവിൻ സ്പെയർസ് വെച്ച് ചെയ്തതാണ്, ചാത്തനല്ല. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി, ധൈര്യത്തിലെടുക്കാം. 2010 എന്ത് പോരായ്മ ഒരാൾ വന്നിട്ട് നോക്കിയിട്ട് പറയുകയാണെങ്കിലോ ആ പോരായ്മ നമ്മൾ തീർത്തു കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. കമ്പനി കയറ്റി ചെയ്തു. സ്വിഫ്റ്റിന്റെ ന്യൂ ഷേപ്പ് ആണ്. വണ്ടി DDISന്റെ ബാഡ്ജിങ് കാണുന്നുണ്ട്. അതായത് ഡീസൽ ആണ്. ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള VDI വണ്ടി. ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ഡീസൽ അല്ലേ? അതെ VXI പെട്രോൾ വണ്ടിന്റെ വിലക്ക് VDI കൊടുക്കാം. VXI പെട്രോൾ വണ്ടിന്റെ റേറ്റില് VDI കൊടുക്കാം. 19 സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 2019 മോഡല്. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്, ഓടും വണ്ടി. 2019 ആണ്. അടുത്തത് സ്വിഫ്റ്റ് ആണ്. VDI വേരിയന്റ് 2015-16 രജിസ്ട്രേഷൻ. 2015-16 KL 18 വടകര രജിസ്ട്രേഷൻ. ഫിയാറ്റിന്റെ മൾട്ടിസെറ്റ് എഞ്ചിൻ ആയിരിക്കും VDIയിലേക്ക് പറഞ്ഞ നേരം വരുന്നുണ്ടാവുക. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ വണ്ടി, ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 ലാക്ക് ഓടി. 1 ലാക്ക് റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല വണ്ടിയാണോ? നല്ല വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. ധൈര്യത്തിലെടുക്കാം. 2015-16 പറഞ്ഞേ. 2015-16 സ്വിഫ്റ്റ് VDI റേറ്റ് എത്ര ചോദിക്കുന്നത്? 4.5 ചോദിക്കുന്നുള്ളൂ. 4.5 ചോദിക്കുന്നുണ്ട്. 2015-16 സ്വിഫ്റ്റ് ഡീസൽ അതിനെ കൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നിട്ടുള്ളത് അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2017 വണ്ടി പെട്രോൾ 410 കാണിച്ചിട്ടുണ്ട്, 1 ലക്ഷം കിലോമീറ്റർ തന്നെ. അത് VXI മിഡിൽ ഓപ്ഷൻ തന്നെയാണ്. ഇത് ഡീസൽ നിർത്തിയിട്ടുണ്ട്, അതിനെ കൊണ്ടുള്ള റേറ്റ് വ്യത്യാസം. ലോൺ ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. വീണ്ടും മാരുതി സ്വിഫ്റ്റ് തന്നെയാണ്. KL 10 മലപ്പുറം രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ 1 ലാക്ക് റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. LDI, VDI, ZDI, LSI, VHS, ZHI, ZDI ആണ്. ZDI എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. മെയിനായിട്ട് റേറ്റിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഫീച്ചർ സൈഡിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും, ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ടാവും, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ടാവും, ABS, എയർ ബാഗ്. അതേപോലെ തന്നെ കമ്പനി എല്ലോയ്സ് വരുന്നുണ്ട് 4 ടയറിലായിട്ട്. സെൻട്രൽ ലോക്ക് കീസിൽ വരെ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 140 ജെനുവിൻ കിലോമീറ്റർ ആണോ? 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഫിയാറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിനായിരിക്കും ഈ ഒരു വണ്ടിന്റെ ഹൃദയം എന്ന് പറയുന്നത്.
റേറ്റ് എത്ര ചോദിക്കുന്നത്? 4.35 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 4.35 എന്ന് പറയുന്നത് 2014 സാധാരണ നമ്മൾ വീഡിയോക്ക് കാണുന്നത് 3.25 ആ റേഞ്ചിലൊക്കെയാണ്. ZD അതിനെക്കൊണ്ടുള്ള റേറ്റ് വ്യത്യാസമാണ്. കുറയോ? കുറച്ച് കൊടുക്കാം. കുറച്ച് കൊടുക്കാം. സായിക്ക് അടുത്തത് i20 ആണ്. ഡീസൽ ആണ് കേട്ടോ. ഡീസൽ CRDI 6 സ്പീഡ് ടർബോ 2019 1.4 ലിറ്റർ എഞ്ചിന്. ആസ്റ്റ കേട്ടോ വരാ. ആസ്റ്റ എന്നുള്ളത് ഫുൾ ഓപ്ഷന്റെ മുകളിൽ വരുന്നതാണ്. ഐ മീൻ ആസ്റ്റ ഓപ്ഷനിലാണ്. ആസ്റ്റ എന്നുള്ള ഫുൾ ഓപ്ഷൻ, അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരും. ഏറ്റവും ടോപ്പ് വേരിയന്റ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ടാവും, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. 6 എയർ ബാഗ് വരില്ല ഇതില്. 6 എയർ ബാഗ് വരുന്നുണ്ട്. 6 എയർ ബാഗ് വരുന്നുണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. എയർ ബാഗ്, ABS, EBD എല്ലാ സാധനവും ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് i20 ആസ്റ്റ? കിലോമീറ്റർ 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 72,000 കിലോമീറ്റർ വിത്ത് ഹിസ്റ്ററി അല്ലേ? ജെന്യൂൻ ഹിസ്റ്ററി. അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് കാര്യമായിട്ടൊന്നുമില്ല, ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ. പിന്നെ നിലവിൽ ഒന്നുമില്ലല്ലോ? നിലവിലൊന്നുമില്ല. ഓക്കെ. റേറ്റ് എത്ര ചോദിക്കുന്നത് അവിടെ? റേറ്റ് വരുന്നത് 7.70 ചോദിക്കുന്നുണ്ട്. 7.70 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കട്ടോ. പെട്രോളിന് ഒരു 6.25 വരെയൊക്കെ നമ്മൾ നോർമലി 18-19 വണ്ടിയൊക്കെ കാണാറുണ്ട്. ഡീസലായിട്ട് 1 ലക്ഷത്തിന് വ്യത്യാസം കാണുന്നുണ്ട്. ഓക്കെ. ലോൺ സൈഡിലൊക്കെ ഏകദേശം എത്ര നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ലോൺ ഏകദേശം ഒരു 7 ലക്ഷം രൂപ വരെ കയറ്റാം. 7 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. മോഡൽ ഏതാ? 2021 VXI വണ്ടിയാണ്. 21 അതിനെക്കൊണ്ട് പെട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ലോ കിലോമീറ്റർ 51,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഓക്കെ. 21 വണ്ടിയെ കൊണ്ട് കമ്പനി വാറണ്ടി ഇപ്പൊ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടാവും. എക്സ്റ്റൻഡ് വാറണ്ടി കഴിഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. ഫീച്ചർ സൈഡിൽ എയർ ബാഗ്സ് വരുന്നുണ്ടോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ്, AC, 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ്. ന്യൂ ഷേപ്പിൽ വരുന്ന ബ്രസൈൻ്റെ അകത്ത് ശരിക്കും VXIയിൽ നമുക്ക് OE എല്ലാ വീൽസ് വരുന്നില്ല. ZSIയിലൊക്കെയാണ് കാണാറുള്ളത്. ഇത് കൺവേർട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ? അല്ല, ചെയ്താണ്. കൺവേർട്ട് ചെയ്താണല്ലേ. ഇത് റേറ്റ് എത്ര ചോദിക്കുന്നത്? 8.5 ലക്ഷം രൂപ. 8,50,000. 8.50 ചോദിക്കുന്നുണ്ട്. കുറയും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് റാപ്പ് ചെയ്യാണ്. എന്തെങ്കിലും പറയാൻ വിട്ടുപോയത്, എന്തെങ്കിലും വണ്ടികൾ കാണിക്കാൻ വിട്ടുപോയത്? ഒരുപാട് വണ്ടികൾ ഇനിയും കാണിക്കാണ്ട്. ഇനി വരാൻ കസ്റ്റമർ വന്നിട്ട് വണ്ടി സെലക്ട് ചെയ്തിട്ട് വണ്ടി എടുക്കുക. വണ്ടി നല്ല നല്ല വണ്ടികൾ തന്നെ, അത്യാവശ്യം നല്ല വണ്ടി മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ഓക്കെ. റേറ്റ് അത്യാവശ്യം ഗ്യാപ്പുള്ള വണ്ടി തന്നെ ഉള്ളു ഇവിടെ. മാക്സിമം ഉള്ള വണ്ടികളൊക്കെ ഗ്യാപ്പ്. ചില വണ്ടികൾക്ക് മാത്രമാണ് ചെറിയൊരു വണ്ടികൾക്ക് ചെറിയൊരു റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കൊടുക്കാം. കുറച്ച് മുന്നേ മറ്റേ വണ്ടി കൊടുത്ത മാതിരി വിളിച്ചിട്ട് കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ കാണുമ്പോൾ സൈനിങ് ഓഫ്. അഡിയോസ്.